ഹലോ വ്യൂവേഴ്സ്, G4 ഗിറ്റാറിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്പം തിയറി പാർട്സ് ആണ്. കാരണം നമ്മൾക്ക് തുടർന്നുള്ള പഠനത്തിന് ഈ തിയറി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനു മുൻപേ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഓപ്പൺ സ്ട്രിങ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. അതേപോലെ തന്നെ സർക്കിൾ മെത്തേഡിലൂടെ നമ്മൾ ഫ്രെഡ് ബോർഡ് പഠിച്ചിട്ടുണ്ട്, സ്കെയിലിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. അതേപോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് 2 വീഡിയോസ് സ്കെയിൽ സി മേജറിൽ നമ്മൾ സരിഗമ പദനിസ പഠിച്ചു. ആ 2 വീഡിയോസ് നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മൾ കോഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് നോക്കാം. കോഡ്സിനെ പറ്റി ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ടാകും. നമ്പർ ഓഫ് കോഡ്സ് ഇൻ എ സ്കെയിൽ, ഒരു സ്കെയിലിൽ എത്ര കോഡ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഈസി വേ ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കോഡ് ഫ്രം എ സ്കെയിൽ, ഒരു സ്കെയിലിൽ നിന്ന് എങ്ങനെ ഫസ്റ്റ് കോഡ്, സെക്കൻഡ് കോഡ്, തേർഡ് കോഡ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടാകും. ഈസി വേ ടു ഫൈൻഡ് ഔട്ട് സെവൻത്ത് നോട്ട് എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിക്കുന്നുണ്ടാകും. ടൈപ്സ് ഓഫ് കോഡ്സ്, പ്രത്യേകിച്ചും മേജറും മൈനറുമാണ് നമ്മൾ നോക്കുക ഇന്ന്. ഫോമിങ് എ മേജർ കോഡ് ആൻഡ് മൈനർ കോഡ് എങ്ങനെ ഫോം ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് നോക്കാം. ആദ്യമായി കോഡ് എന്താണെന്ന്. കോഡ് എന്ന് പറയുന്നത് എ കോഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 നോട്ട്സ് പ്ലേഡ് ടുഗദർ. എ കോഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 നോട്ട്സ് പ്ലേഡ് ടുഗദർ. 3 നോട്ട് ഒരുമിച്ച് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ചില കോഡുകളിൽ 3ൽ കൂടുതൽ നോട്ട്സുകൾ പ്ലേ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ കോഡ് പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ സ്കെയിൽ എന്താണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്കെയിലിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, സർക്കിൾ മെത്തേഡിനെ കുറിച്ചുള്ള വീഡിയോ. അത് എന്തായാലും കാണുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്കെയിൽ എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഓർഗനൈസ്ഡ് സീക്വൻസസ് ഓഫ് നോട്ട്സ് ഓർ പാറ്റേൺസ് ഓഫ് നോട്ട്സ് പ്ലേഡ് ഇൻ ആൻ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ചിരിക്കുന്ന അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ചിരിക്കുന്ന പാറ്റേൺസ് ഓഫ് നോട്ട്സിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേസാക്കി വെക്കുകയും ചെയ്യണം. ഇനി നമുക്ക് നോക്കാം. 1 സ്കെയിൽ കണ്ടെയ്ൻസ് 3 കോഡ്സ്. ഒരു സ്കെയിലിൽ മിനിമം 3 കോഡ്സ് ഉണ്ടായിരിക്കും. ഒരു സ്കെയിലിൽ 3 കോഡ്സ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണ്, അതിൻ്റെ പേരെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു സ്കെയിലിലെ 3 കോഡ്സ്, അതിൽ ഫസ്റ്റത്തെ കോഡിന് ടോണിക് കോഡ് അഥവാ ഫസ്റ്റ് കോഡ് എന്ന് പറയും. രണ്ടാമത്തെ കോഡ് സബ് ഡോമിനൻ്റ് കോഡ് എന്ന് പറയും. മൂന്നാമത്തെ കോഡ് അഥവാ തേർഡ് കോഡിന് ഡോമിനൻ്റ് കോഡ് എന്ന് പറയും. ഒന്നും കൂടെ പറയാം. ടോണിക് കോഡ്, സബ് ഡോമിനൻ്റ്, ഡോമിനൻ്റ്. ഒരു സ്കെയിലിലെ 3 കോഡ്സുകളാണ് ഇത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും പഠിച്ചതാണ് സരിഗമ പദനിസ സ്കെയിൽ സി മേജറിലാണെന്നുള്ളത്. അപ്പം ആ സി മേജറിൽ 3 കോഡ് വരുന്നുണ്ട്. ഇത് സി ആണ്, ഇത് എഫ് ആണ്, ഇത് G7 ആണ്. അപ്പോൾ ഒരേ സ്കെയിൽ തന്നെയായിരുന്നു, സ്കെയിൽ സി മേജർ ആയിരുന്നു. അതിൽ സി ഒരു കോഡ്, എഫ് സെക്കൻഡ് കോഡ്, G7 തേർഡ് കോഡ്. ഓക്കെ, അതാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൗ വി ഫൈൻഡ് ഔട്ട് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കോഡ് ഫ്രം എ സ്കെയിൽ. ഒരു സ്കെയിലിൽ നിന്ന് ഫസ്റ്റ് കോഡ് അല്ലെങ്കിൽ സെക്കൻഡ് കോഡ് അല്ലെങ്കിൽ തേർഡ് കോഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ദി ഫസ്റ്റ് നോട്ട് ഓഫ് ദി സ്കെയിൽ വിൽ ബി ദ ഫസ്റ്റ് കോഡ്.
ഒരു സ്കെയിലിൻ്റെ ഫസ്റ്റ് നോട്ട് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് കോഡായിട്ട് നമ്മൾ പറയുക. ഒരു സ്കെയിലിലെ ഫസ്റ്റ് നോട്ട് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് കോഡായിട്ട് ഗിറ്റാറിൽ വരിക. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആൽഫബറ്റ്സിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. സ്കെയിൽ സി മേജറാണ് എടുത്തിട്ടുള്ളത്. അതിൽ സി ഡി ഇ എഫ് ജി എ ബി സി എന്നുള്ളത് നമുക്ക് പ്രോഗ്രഷൻ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ ഫസ്റ്റ് കോഡ് നമുക്കിവിടെ കാണാവുന്നതാണ് സി. ഫസ്റ്റ് കോഡ് നമുക്ക് കാണാവുന്നതാണ് സി. സി നോട്ട് തന്നെയാണ് ആ കോഡായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് കോഡ്, ഫസ്റ്റ് നോട്ട് തന്നെയാണ് ഒരു സ്കെയിലിൽ വരിക. അപ്പോൾ അടുത്തതായിട്ട് ടു ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് കോഡ് ഓഫ് വൺ സ്കെയിൽ, കൗണ്ട് ആൽഫബറ്റിക്കലി ദ ഫോർത്ത് നോട്ട് ഓഫ് ദി സ്കെയിൽ. To find out the second chord of the scale, count alphabetically the fourth note of the scale. ആൽഫബറ്റ്സ് നമ്മൾ എഴുതിയിട്ട് സി ഡി ഇ എഫ് ജി എ ബി സി അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിലിപ്പോൾ സ്കെയിൽ സി മേജറാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നാലാമത്തെ നോട്ട് സി ഡി ഇ എഫ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നാലാമത്തെ നോട്ട് വരുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് കോഡായിട്ട് വരിക. സ്കെയിൽ സി മേജറിൻ്റെ സെക്കൻഡ് കോഡ് എഫ് ആണ് വരിക. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ സി ഫസ്റ്റ് കോഡ് വന്നു, ഇവിടെ സി ഫസ്റ്റ് കോഡ് വന്നു. നാലാമത്തെ നോട്ട് ഏതാ നോക്കാം. സി ഡി ഇ എഫ് 1 2 3 4 നാലാമത്തെ കോഡ് എഫ് ആണ് വരിക. ടു ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് കോഡ്, കൗണ്ട് ആൽഫബറ്റിക്കലി ദ ഫോർത്ത് നോട്ട് ഓഫ് ദി സ്കെയിൽ. ഓക്കെ, ടു ഫൈൻഡ് ദ തേർഡ് കോഡ് ഓഫ് വൺ സ്കെയിൽ, count alphabetically the fifth note of the scale. To find out the third chord, we have to count alphabetically the fifth note. അതായത് നമ്മൾ മൂന്നാമത്തെ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കലി നമ്മൾ പറയുമ്പോൾ ദ ഫിഫ്ത്ത് നോട്ട് ഓഫ് ദി സ്കെയിലാണ് നമ്മൾക്ക് വരിക. അതിൻ്റെ കൂടെ തന്നെ ഓൾസോ ആഡ് സെവൻത്ത് നോട്ട് ടു ദ സെയിം നോട്ട്. സെവൻത്ത് നോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഫിഫ്ത്ത് നോട്ടിൻ്റെ കൂടെ. നമുക്ക് സ്കെയിൽ സി മേജറിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് കോഡ് കണ്ടു, സെക്കൻഡ് കോഡും കണ്ടു, തേർഡ് കോഡിലേക്കാണ് നമ്മൾ വരുന്നത്. സി ഡി ഇ എഫ് ജി അഞ്ചാമത്തെ നോട്ട് ജി ആണ്. അപ്പോൾ ജി ആണ് കോഡ്, പ്ലസ് അതിൻ്റെ കൂടെ സെവൻത്തും കൂടെ നമ്മൾ ആഡ് ചെയ്തു, സെവൻത്ത് നോട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സെവൻത്ത് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ. എന്താ ഭയങ്കര ടെൻസ്ഡ് ആവും, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. വളരെ എളുപ്പമാണ് അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ തേർഡ് കോഡ് കണ്ടുപിടിക്കുന്നത് ആ ഒരു സ്കെയിലിലുള്ള ആൽഫബറ്റ്സിൽ നമ്മൾ ഓർഡറിൽ എഴുതിയിട്ട് അഞ്ചാമത്തെ നോട്ടിൽ അതിൻ്റെ കൂടെ നമ്മൾ സെവൻത്ത് നോട്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ടു ഫൈൻഡ് ഔട്ട് സെവൻത്ത് നോട്ട്. ഇപ്പോൾ നമുക്ക് സീൻ്റെ ഫിഫ്ത്ത് നോട്ട് കിട്ടിയത് സി ഡി ഇ എഫ് ജി ആണ്. ജീൻ്റെ കൂടെ സെവൻത്ത് നോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് സെവൻത്ത് നോട്ട് ഇയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഏതിലായാലും നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. കൗണ്ട് ആൽഫബറ്റിക്കലി ദ സെവൻത്ത് നോട്ട്. ഏഴാമത്തെ നോട്ട് നമ്മൾ ആൽഫബറ്റിക്കലി നമ്മൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഈൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. റെഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, റെഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഇവിടെ റെഡിൽ നിങ്ങൾക്ക് കാണാം ഇ. അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇ എഫ് ജി എ ബി സി ഡി. അപ്പോൾ ഡി ആണ് ഇ പ്ലസ് സെവൻത്ത് അല്ലെങ്കിൽ സെവൻത്ത് നോട്ടായിട്ട് വരുന്നത്. ഈൻ്റെ കൂടെ ഡിയും കൂടെ വെക്കുമ്പോൾ എന്തായി ഈ സെവൻത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് തിയറി നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമേ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇ പ്ലസ് സെവൻത്ത് നോട്ട് ഇ സെവൻത്താണ് വരിക. അതായത് ഈ കോഡിൻ്റെ കൂടെ നമ്മൾ ഡിയും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇ സെവൻത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ സീൻ്റെ കൂടെ സി എഫ് ജി സെവൻത്ത് വരും. സ്കെയിൽ സി മേജറിൻ്റെ കൂടെ സി എഫ് തേർഡ് കോഡ് ജി സെവൻത്ത്. കോഡുകൾ എങ്ങനെ വെക്കണം, ഫിംഗർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ അതിൻ്റെ തിയറിയാണ് പഠിക്കുന്നത്.
ടൈപ്സ് ഓഫ് കോഡ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായും മേജർ ആൻഡ് മൈനർ കോഡുകളാണ് ഗിറ്റാറിലുള്ളത്. മറ്റ് പല ടൈപ്പ് കോഡുകളുണ്ട്, ഓഗ്മെൻറ്റഡ്, ഡിമിനിഷ്ഡ്, അങ്ങനെയുള്ള കോഡുകളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും മേജർ ആൻഡ് മൈനർ കോഡുകൾ ആണ് ഉള്ളത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കെയിൽ സി മേജറിൻ്റെ തന്നെ നോക്കാം. ഇത് സ്കെയിൽ സി മേജർ കോഡാണ്. ഇത് അതിൻ്റെ മൈനർ കോഡാണ്. സ്കെയിൽ സി മേജറാണിത്, ഇത് അതിൻ്റെ മൈനർ കോഡാണ്. ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അത് ഫോം ചെയ്യുന്നതിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഫോമിങ് എ മേജർ കോഡും ഫോമിങ് എ മൈനർ കോഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. ഫോമിങ് എ മേജർ കോഡ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. To form a major chord, first, third and fifth notes were choosing. അതായത് മേജർ കോഡ്, അപ്പോൾ നമ്മൾ സീൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സീൻ്റെ നോട്ടുകളായ, അതായത് സരിഗമ പദനിസ നമ്മൾ പഠിച്ചതാണ്. അതിൽ സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും നോട്ട് എടുക്കുമ്പോഴാണ് അത് സി കോഡായിട്ട് മാറുന്നത്. ചൂസ് ഏതാണ്? ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത് നോട്ട്സ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, എക്സാമ്പിളായിട്ട് നോക്കുമ്പോൾ സിംപ്ലി കൗണ്ട് ദ ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത് നോട്ട്സ് ഓഫ് ദി സി മേജർ സ്കെയിൽ. ദിസ് ബ്രിങ്സ് യു ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദി സി മേജർ കോഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ദി നോട്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം സി മേജർ എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത് നോട്ട് എടുത്തിട്ടാണ്. അതിൽ നോക്കാം, നമുക്ക് ഇവിടെ കാണാം സി, ഡി, ഇ, എഫ്, ജി. ഞാനിവിടെ യെല്ലോ കുറച്ചും കൂടെ വലുപ്പത്തിൽ ആ നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നോട്ട് സി, മൂന്നാമത്തെ നോട്ട് ഇ, അഞ്ചാമത്തെ നോട്ട് ജി. അപ്പം സി, ഇ, ജി വെക്കുമ്പോഴാണ് നമുക്ക് സ്കെയിൽ സി മേജർ വരുന്നത്. ഗിറ്റാറിൽ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സി കോഡൊന്ന് വെച്ച് നോക്കാം. ഇതാ ഫസ്റ്റ് നോട്ട് സി, പിന്നെ നമ്മൾ സി, ഡി, ഇ ആണ് പറഞ്ഞത്. അപ്പോൾ ഇ വായിക്കുക. ജി ഓപ്പൺ ഉണ്ട്, നമുക്ക് നോർമൽ സി തന്നെ ഇതുണ്ടോ, സി കിട്ടി. ഓക്കെ, അപ്പം സി ഇവിടെ വന്നു, സി ഇവിടെ വന്നു, ഇ ഇവിടെ വന്നു, ജി ഓപ്പൺ. അപ്പോൾ സി, ഇ, ജി. ഇന്ന് നമ്മൾ സ്കെയിൽ സി മേജറിൻ്റെ മാത്രമാണ് എക്സാമ്പിൾ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ സി മേജർ ഫോം ചെയ്യുന്നത് സി, ഇ, ജി നോട്ടുകൾ വെച്ചിട്ടാണ്. അത് നമുക്ക് എല്ലാ സ്കെയിലിലും അതുപോലെ തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും നോട്ടുകൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയിട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും നോട്ട് എടുത്താൽ ഓരോ സ്കെയിലിൻ്റെയും നമുക്ക് കോഡ് ഫോം ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ച് മേജർ കോഡുകൾ. ഇനി നമുക്ക് മൈനർ കോഡുകൾ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളത് നോക്കാം. ടു ഫോം എ മൈനർ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം 1, 3, 5 തന്നെയാണ്, സെയിം പ്രോഗ്രഷനാണ്. ചെറിയൊരു ഡിഫറൻസ്, മൂന്നാമത്തെ നോട്ട് ഫ്ലാറ്റ് ആയിരിക്കും, അഥവാ ഹാഫ് നോട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ഫസ്റ്റ്, തേർഡ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ഫ്ലാറ്റിൻ്റെ സിമ്പിൾ, ആ ചെറിയ ബി ചെരിച്ചെഴുതുന്നതാണ് ഫ്ലാറ്റിൻ്റെ സിമ്പിൾ, അവിടെ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഫിഫ്ത്ത് നോട്ട്സ് വേർ ചൂസിങ്. 1, 3, 5 തന്നെയാണ്, പക്ഷേ മൂന്നാമത്തത് ഫ്ലാറ്റ് ആയിരിക്കും. But there is a slight difference from major chord. That is, in the case of a minor chord, the third note is a flat. മൂന്നാമത്തത് ഫ്ലാറ്റ് ആയിരിക്കും. ആൻഡ് ഈസ് കോൾഡ് എ ഫ്ലാറ്റ് തേർഡ്. അതിനെ ഫ്ലാറ്റ് തേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് ആണ്. മേജർ ഫോം ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷേ ഫ്ലാറ്റാണ് മൂന്നാമത്തെ നോട്ട് നമ്മൾ വായിക്കേണ്ടത്. ആ മൈനർ കോഡ് നമുക്കൊന്ന് ഫോം ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ സി മേജർ ഇവിടെ വായിച്ചു, ഇനി സി മൈനർ നമ്മൾ നേരത്തെ ഇവിടെ വായിച്ച് കേട്ടിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം. സിയിൽ വന്നത് സി, ഇ, ജി ആയിരുന്നു മേജറിൽ. മൈനർ ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ജി ഇതവിടെ വന്നു, ഇത് കണ്ടോ, ഇത് ഫ്ലാറ്റാണ്. ഈ നോട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും ഇത് ഇ ഫ്ലാറ്റാണ്. ഓക്കെ, സി, ഇ ഫ്ലാറ്റ്, ജി വന്നു. കണ്ടോ,
സി ഇ ഫ്ലാറ്റ് ജി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈനർ കോഡ് ഫോം ചെയ്യുന്ന നോട്ടുകൾ. മൈനറും മേജറും തമ്മിലുള്ള ചെറിയ വ്യത്യാസം, മൂന്നാമത്തെ നോട്ട് മൈനറിൽ ഫ്ലാറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ സ്കെയിൽ സി മേജറിന് പറഞ്ഞു, അതേപോലെ എഴുതിയതാണ്. സി ഇ ഫ്ലാറ്റ് നമ്മൾ എഴുതി, പിന്നെ ജി, അതായത് സി ഒന്നാമത്തത്, മൂന്നാമത്തത് ഇ ഫ്ലാറ്റ് ആണ്, അഞ്ചാമത്തത് ജി തന്നെയാണ്. അങ്ങനെയാണ് സി മൈനർ ഫോം ചെയ്യുന്നത്. The third step in the major scale is an E note, and you make that note a flat third by lowering it a half step. അപ്പോൾ ഒരു ഹാഫ് സ്റ്റെപ്പ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നത്. റിസൾട്ടിങ് ഇൻ ആൻ ഇ ഫ്ലാറ്റ് നോട്ടാണ്. അപ്പോൾ സി മൈനറിൽ ഇ ഫ്ലാറ്റ് നോട്ട് ആണ് മൂന്നാമത്തെ നോട്ട്. അങ്ങനെയാണ് സി മൈനർ ഫോം ആവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളെ വാല്യുബിളായിട്ടുള്ള സജഷൻസും കമൻസും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്യുക. ഗിറ്റാർ പഠിക്കാനായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്തതിനായിട്ട് താങ്ക് യു.